നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരിക്കാം, ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, മക്കളായിരിക്കാം, അമ്മയോ സഹോദരങ്ങളോ ആരുമാവാം അല്ലെ. നമ്മുടെ സന്തോഷം മുഴുവൻ അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ഫ്രീ ടൈം ഒക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ അവരുടെ കൂടെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്തിനൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അവരുടെ കൂടെ കഴിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്നാൽ ചില സിറ്റുവേഷൻസിൽ അവർക്ക് നമ്മളോടൊപ്പം ചെലവഴിക്കാൻ കഴിയാതെ വന്നേക്കാം. അവർക്ക് മറ്റു പല കമ്മിറ്റ്മെന്റ്സ്, അവർക്ക് മറ്റു പല ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരുന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോകാനോ സ്പെൻഡ് ചെയ്യാനോ ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് അവർ അവൈലബിൾ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായും സങ്കടം വരും. അപ്പൊ നമ്മൾ കരഞ്ഞിരുന്നേക്കാം, ചിലപ്പോൾ ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ നമ്മൾ കരഞ്ഞേക്കാം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നേക്കാം. വിഷമം വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നണമെന്നില്ല, അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നേക്കാം. അപ്പൊ ഇത് ശരിക്കും ഒരു പാരഡോക്സ് അല്ലേ? നമ്മൾ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അല്ലെ, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ഒക്കെ വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മറ്റൊരു പേഴ്സൺ, അത് എത്ര പ്രിയപ്പെട്ട ആളായിരുന്നാൽ കൂടി അവർക്കനുസരിച്ച് നമ്മളെ ഷെഡ്യൂൾ ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾക്കനുസരിച്ച്, അതായത് നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ ഷെഡ്യൂൾ നമുക്കനുസരിച്ചായിരിക്കണം, പ്രയോറിറ്റി നമുക്കായിരിക്കണം. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മുടെ ദിവസം, ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഒക്കെ ആയിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്. അവർ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ കൂടെ പോന്നോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ സെൽഫ് ഹാപ്പിനെസ്, സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ അതുണ്ടാവുമ്പോൾ മറ്റാൾക്കാരൊക്കെ നമ്മുടെ കൂടെ വന്നോളും. നമുക്ക് മറ്റു വിഷമങ്ങളൊന്നും ഇല്ല, മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചല്ല നമ്മുടെ ഹാപ്പിനെസ് എന്നുണ്ടാവുമ്പോൾ സ്വാഭാവികമായും മറ്റു സന്തോഷങ്ങളും മറ്റാൾക്കാരും നമ്മുടെ കൂടെ നിൽക്കും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിഷമിക്കേണ്ടി വരുന്നത്. നമ്മൾ സ്വയം, നമ്മുടെ ഉള്ള്, നമ്മുടെ ഹൃദയം നമ്മളെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിക്കാതെ നമ്മൾ സ്വയം സന്തോഷിക്കുമ്പോൾ മറ്റു സന്തോഷങ്ങളൊക്കെ കൂടി അതൊരു വലിയ സന്തോഷമായി മാറിക്കൊള്ളും. അതത്ര ഈസി അല്ല. സെൽഫ് ലവ് അല്ലാതെ മറ്റൊരാൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾക്ക് അത് അത്ര ഈസി ആയ ഒരു കാര്യമല്ല. എങ്കിലും സ്വാഭാവികമായും നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ക്രമീകരിക്കേണ്ടതുണ്ട്.